ഇന്നത്തെ ഇറാഖിലെ മൗസിൽ എന്ന പ്രദേശത്തിന്റെ തലസ്ഥാനമായ നീനുവ എന്ന പട്ടണത്തിലേക്കാണ് അള്ളാഹു യൂനുസ് നബി അലിഹിസലാമയെ നബിയായി അയച്ചത്. അന്ന് 1,00,000-ലധികം ജനങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു നീനുവ. ആ നാട്ടുകാർ ബഹുദൈവാരാധകരും അശ്രദ്ധരുമായിരുന്നു. എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തോട് ഉപദേശിച്ചിരുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനായിരുന്നു. യൂനുസ് അലൈഹിസ്സലാമയും തന്റെ ജനതയെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന വിശ്വാസമാണ് പഠിപ്പിച്ചത്. എന്നാൽ അവരാകട്ടെ നബിയുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞു. അന്ധവിശ്വാസത്തിലും തെറ്റായ പ്രവൃത്തികളിൽ നിന്നും വിട്ടുമാറാൻ അവർ തയ്യാറായില്ല. തെറ്റായ വഴികളിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നും വരാനിരിക്കുന്ന കടുത്ത ശിക്ഷയെക്കുറിച്ച് യൂനുസ് നബി അവർക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഈ താക്കീതുകളൊന്നും അഹങ്കാരികളായ ആ നാട്ടുകാർ കേട്ടില്ല. യൂനുസ് നബി അലൈഹിസ്സലാം രാവും പകലും എല്ലാ ജനങ്ങളോടും അള്ളാഹുവിന്റെ പാഠങ്ങൾ അനുസരിക്കണമെന്ന് കേണപേക്ഷിച്ചു. എന്നാൽ തന്റെ പരിശ്രമങ്ങൾക്കൊന്നും ഫലം കാണാതെ വന്നപ്പോ അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടായി. ദുഃഖവും സങ്കടവും കൂടിക്കൂടി നാട്ടുകാരോടുള്ള അകൽച്ചയായി മാറി. നാട്ടുകാർ വിശ്വസിക്കാൻ തയ്യാറാകാതിരുന്നപ്പോഴും യൂനുസ് നബി ക്ഷമയോടെ തന്റെ ശ്രമങ്ങൾ തുടരുകയാണ് വേണ്ടിയിരുന്നത്. എന്നാൽ അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പ് ലഭിക്കും മുമ്പേ തന്നെ മനം മടുത്ത് യൂനുസ് നബി നാടുവിടാൻ തീരുമാനിച്ചു. കടൽക്കരയിൽ ഒരു ചെറിയ കപ്പൽ കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹം അതിൽ കയറി. ചെറുതായിരുന്നെങ്കിലും ഒരുപാട് കച്ചവട വസ്തുക്കൾ ഉണ്ടായിരുന്നത് കൊണ്ട് അതിന് വലിയ ഭാരമുണ്ടായിരുന്നു. കപ്പൽ യാത്ര ആരംഭിച്ചു. ആരോടും മിണ്ടാതെ കപ്പലിന്റെ ഒരു മൂലയിൽ ദുഃഖിതനായിരിക്കുന്ന യൂനുസ് നബിയെ കപ്പിത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നാട്ടിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത് ഒളിച്ചോടി പോകുന്ന വല്ല കുറ്റവാളിയുമായിരിക്കുമെന്ന് സംശയിച്ച് കപ്പിത്താൻ യൂനുസ് നബിയിൽ നിന്ന് ഇരട്ടി തുക യാത്രക്കൂലി വാങ്ങി. ശാന്തമായ കാലാവസ്ഥയിലാണ് നബി കപ്പൽ യാത്ര തുടങ്ങിയത്. എന്നാൽ രാത്രിയായപ്പോ കടലിൽ വലിയ കാറ്റും മഴയും വന്നു. ആകാശത്തോളം പൊങ്ങിയ തിരമാലകളിൽപ്പെട്ട് ആ ചെറിയ കപ്പൽ ആടിയുലഞ്ഞു. ഏത് സമയത്തും കപ്പൽ മറിയുമെന്നായി. കപ്പലിലെ ജോലിക്കാരും യാത്രക്കാരും പേടിച്ചു വിറച്ചു. എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് അവർ കപ്പിത്താനെ കണ്ടു. അസമയത്ത് കൊടുങ്കാറ്റടിക്കുന്നതിന് എന്തോ കാരണമുണ്ട്. നമ്മുടെ കൂടെ കപ്പലിൽ ഏതോ ഒരു കുറ്റവാളിയുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. നമുക്ക് യാത്രക്കാർക്കിടയിൽ നറുക്കിടാം. നറുക്ക് വീഴുന്നയാളെ എടുത്ത് കടലിലെറിയാം. കൊടുങ്കാറ്റും കടൽക്ഷോഭവും ഉണ്ടാവുമ്പോ കപ്പിത്താന്മാർക്കിടയിൽ അക്കാലത്ത് പതിവുള്ള ഒരു ആചാരമായിരുന്നു അത്. അങ്ങനെ എല്ലാ യാത്രക്കാരുടെയും പേരെഴുതി നറുക്കിട്ടു. സങ്കടമെന്ന് പറയട്ടെ, യൂനുസ് നബിയുടെ പേരിൽ തന്നെയാണ് ആദ്യത്തെ നറുക്ക് വീണത്. പതിവനുസരിച്ച് വീണ്ടും നറുക്കെടുത്തു. വീണ്ടും നബിയുടെ പേര് തന്നെ. 3 വട്ടം ഒരാളുടെ പേര് വീണാൽ അയാളെ കടലിലെറിയണം എന്നാണ് ആചാരം. എല്ലാ കണ്ണുകളും യൂനുസ് നബിയുടെ നേർക്കായി. യാത്രക്കാർക്കെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ 3ാമതും നറുക്കിട്ടു. 3ാമത്തെ പ്രാവശ്യം കപ്പിത്താൻ തന്റെ പേര് ഉച്ചത്തിൽ വിളിച്ചു പോകുന്നത് കേട്ടപ്പോ യൂനുസ് നബി അലൈഹിസ്സലാം ഹൃദയവേദന കൊണ്ട് നീറി. കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. കടലിൽ എറിയപ്പെടേണ്ടയാൾ യൂനുസ് നബി തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു. സ്വന്തം ജനതയെ ഉപേക്ഷിച്ചു പോന്നതിന് അള്ളാഹു നൽകിയ ശിക്ഷയാണിതെന്ന് യൂനുസ് നബിക്ക് മനസ്സിലായി. കപ്പലിൽ നിന്ന് അദ്ദേഹം തിരമ്പുന്ന കടലിലേക്കും കറുത്തിരുണ്ട തിരമാലകളിലേക്കും നോക്കി. ലോകം മുഴുവൻ ഇരുട്ടിലാണ്. ആകാശത്ത് നിലാവില്ല. ഒരൊറ്റ നക്ഷത്രം പോലുമില്ല. എല്ലാം എവിടെയോ പോയി ഒളിച്ചിരിക്കുന്നു. കടൽ വെള്ളം കറുകറുത്തിരിക്കുന്നു. തണുപ്പ് എല്ലുകളിലേക്ക് അരിച്ചിറങ്ങുന്നു. തിരമാലകൾ എല്ലാത്തിനെയും വിഴുങ്ങാനായി വാ പിളർന്നു നിൽക്കുന്നു. ഈ സമയം കപ്പിത്താൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാത്രക്കാരാ, കടലിലേക്ക് എടുത്ത് ചാടുക. യൂനുസ് നബി കടലിലേക്ക് ചാടി. ഇതേ നിമിഷത്തിൽ കടലിന്റെ അടിത്തട്ടിൽ നീന്തി നടക്കുകയായിരുന്ന വലിയ തിമിംഗലങ്ങളിലൊന്നിനോട് മുകളിലേക്ക് വരാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. കുതിച്ചുയർന്നു വന്ന ആ തിമിംഗലം തിരമാലകൾക്ക് മുകളിലുണ്ടായിരുന്ന യൂനുസിനെ കണ്ടു. അത് മെല്ലെയൊന്ന് പുഞ്ചിരിച്ചു. ഇതാ ദൈവം കൊടുത്തയച്ച അത്താഴം. തിമിംഗലം യൂനുസിന്റെ നേർക്ക് നീന്തി ഒറ്റ നിമിഷം കൊണ്ട് നബിയെ വിഴുങ്ങി. വിശപ്പ് മാറിയ സന്തോഷത്തോടെ കടലിന്റെ അടിയിലേക്ക് അത് മടങ്ങിപ്പോയി. താൻ തിമിംഗലത്തിന്റെ വയറ്റിനുള്ളിലാണുള്ളതെന്ന് യൂനുസ് നബിക്ക് മനസ്സിലായി. തിമിംഗലത്തിന്റെ വയറ്റിലെ ഇരുട്ട്, കടലിന്റെ അടിത്തട്ടിലെ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്, കൂരാകൂരിരുട്ട്. താൻ മരിക്കുകയാണെന്ന് യൂനുസ് നബിക്ക് തോന്നി. പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരം ചലിക്കുന്നുണ്ടായിരുന്നു. നബിക്ക് അപ്പോഴും ജീവനുണ്ടായിരുന്നു. യൂനുസ് നബി തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന് അള്ളാഹുവിനെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ദൈവഭക്തിയാൽ നബിയുടെ ഹൃദയമിടിച്ചു. നീയല്ലാതെ ആരാധ്യനില്ല. നീ എത്ര പരിശുദ്ധൻ. എനിക്ക് തെറ്റുപറ്റി. നീയല്ലാതെ ആരാധ്യനില്ല. നീ എത്ര പരിശുദ്ധൻ. നീയല്ലാതെ ആരാധ്യനില്ല. നബി ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നീന്തി തളർന്ന തിമിംഗലം കടലിന്റെ അടിത്തട്ടിൽ കിടന്നു. മെല്ലെ അത് ഉറക്കത്തിലേക്ക് മയങ്ങി വീണു. നബിയാകട്ടെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ അനങ്ങാൻ പോലുമാകാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കടലിനടിയിലെ ജീവജാലങ്ങളെല്ലാം യൂനുസ് നബിയുടെ പ്രാർത്ഥന കേട്ടു. എല്ലാ കടൽ ജീവികളും ആ തിമിംഗലത്തിന്റെ ചുറ്റും കൂടി നിന്ന് പ്രാർത്ഥന ഏറ്റുചൊല്ലി. തിമിംഗലങ്ങളും സ്രാവുകളും വൻ മത്സ്യങ്ങളും ചെറുമീനുകളും കടലാമകളും നീർച്ചെടികളും
ഞണ്ടുകളും നീരാളികളും തന്റെ വയറ്റിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലുകയാണെന്ന് തിമിംഗലത്തിന് മനസ്സിലായി. അവസാനം തിമിംഗലവും അവരോടൊപ്പം പ്രാർത്ഥന ഏറ്റുചൊല്ലാൻ തുടങ്ങി. താൻ വിഴുങ്ങിയിരിക്കുന്നത് ഒരു നബിയെയാണെന്ന് മനസ്സിലായപ്പോ തിമിംഗലത്തിന് ഒരു പേടി തോന്നി. എന്നാൽ അത് സ്വയം ആശ്വസിച്ചു. ഞാൻ എന്തിനു പേടിക്കണം? അള്ളാഹു ആണല്ലോ എന്നോട് അദ്ദേഹത്തെ വിഴുങ്ങാൻ കൽപ്പിച്ചത്. യൂനുസ് നബിയുടെ ആത്മാർത്ഥമായ ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു. തിമിംഗലത്തോട് ഒരിക്കൽ കൂടി കടലിന്റെ മുകൾ പരപ്പിലേക്ക് വരാൻ അള്ളാഹു കൽപ്പിച്ചു. അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു തീരത്ത് യൂനുസ് നബിയെ വയറ്റിൽ നിന്ന് പുറന്തള്ളാനും പറഞ്ഞു. തിമിംഗലം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു. ആളൊഴിഞ്ഞ തീരത്ത് തിമിംഗലം യൂനുസ് നബിയെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് തള്ളി. സൂര്യൻ ഉദിച്ചു. സൂര്യരശ്മികൾ അദ്ദേഹത്തിന്റെ മുറിവുള്ള ശരീരത്തിൽ പതിച്ചു. അദ്ദേഹം വേദന കൊണ്ട് പുളഞ്ഞു. സൂര്യരശ്മികളിൽ നിന്ന് പ്രവാചകന് സംരക്ഷണം നൽകാൻ വലിയ ഇലകളുള്ള ഒരു മരം അള്ളാഹു മുളപ്പിച്ചു. ക്രമേണ നബിയുടെ അസുഖം മാറി. യൂനുസ് നബിയുടെ തെറ്റുകൾക്കെല്ലാം കാരുണ്യവാനായ അള്ളാഹു മാപ്പ് കൊടുത്തു. മറ്റൊരു ജനതയിലേക്ക് വീണ്ടും നബിയായി അയച്ചു. അള്ളാഹുവിനോടുള്ള സ്തുതികളും പ്രാർത്ഥനയുമാണ് യൂനുസ് നബിയെ ആപത്തിൽ നിന്ന് രക്ഷിച്ചത്. അത് ചെയ്തിരുന്നില്ലെങ്കിൽ തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് ലോകാവസാന നാൾ വരെ അദ്ദേഹത്തിന് മോചനം ലഭിക്കുമായിരുന്നില്ല. നീയല്ലാതെ ആരാധ്യനില്ല, നീ പരിശുദ്ധൻ തന്നെ. ഞാൻ